നടൻ ആസിഫ് അലിയുടെ ചിരിക്കുന്ന മുഖം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ആസിഫ് നിങ്ങൾക്കൊപ്പം എന്നറിയിച്ച് അനേകം പേർ പോസ്റ്റുകളും സ്റ്റാറ്റസുകളും സ്റ്റോറികളും ഒക്കെയായി രംഗത്ത് വരുന്നു. ഒരു പൊതുപരിപാടിയിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് പരസ്യമായി അപമാനിക്കപ്പെട്ട കലാകാരനെ മലയാളി നെഞ്ചിലേറ്റുന്നു. പരസ്പര സ്നേഹത്തിൽ വിശ്വസിക്കുന്ന മലയാളി ആസിഫ് അലിയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. എന്റെ കർത്താവ്, ഇതിനൊന്നും ഒരു അറുതില്ലയോ? ഇപ്പൊ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് അടി കിട്ടിയപ്പോ ആശ്വസിപ്പിക്കാന്ന് വെച്ചു. അയ്യോ, അതല്ല, ഇവളിപ്പോ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തേന്ന്. ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെ വിളിച്ചു. ആസിഫ് അലി പുരസ്കാരം അദ്ദേഹത്തിലേക്ക് നീട്ടി. എന്നാൽ ഒട്ടും താല്പര്യമില്ലാതെ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങുകയാണ് രമേശ് നാരായൺ ചെയ്തത്. സാറേ, അത് ശരിയല്ലോ. ഇതൊക്കെ ഒരു രസമല്ലോ. എന്തേലും ചെയ്യും. തന്നെ ക്രമീടി എനിക്ക് മനസ്സിലായി. ആസിഫിന് ഒരു ഹസ്തദാനം പോലും നൽകാതെ ദൂരെ മാറിയിരുന്ന സംവിധായകൻ ജയരാജനെ വേദിയിൽ വിളിച്ചു വരുത്തി തന്റെ കയ്യിലുള്ള പുരസ്കാരം ജയരാജനെ ഏൽപ്പിച്ച ശേഷം ജയരാജന്റെ കയ്യിൽ നിന്നും വീണ്ടും സന്തോഷത്തോടെ പുരസ്കാരം സ്വീകരിച്ച് ഫോട്ടോ എടുക്കുകയാണ് രമേശ് നാരായൺ ചെയ്തത്. ജയരാജനെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച രമേശ് നാരായൺ ആസിഫ് അലി എന്ന നടനെ കണ്ട ഭാവം പോലും നടിച്ചില്ല. യാതൊരു പരാതിയുമില്ലാത്ത മട്ടിൽ പിന്തിരിഞ്ഞു പോയ ആസിഫ് അലിയുടെ ദൃശ്യം സാഹോദര്യത്തിലും സ്നേഹത്തിലും വിശ്വസിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരു കലാകാരൻ മറ്റൊരു കലാകാരനാൽ അവഹേളിക്കപ്പെടുമ്പോൾ ജീർണിക്കുന്നത് നാടിന്റെ സാംസ്കാരിക മിടിപ്പുകൾ കൂടിയാണ് എന്നും സംസ്കാരം വില കൊടുത്തു വാങ്ങാൻ സാധിക്കില്ല എന്നുമാണ് നവമാധ്യമങ്ങളിലെ വിമർശനങ്ങൾ. അലി കേരളത്തിൽ ഒരു സൂപ്പർ താരമല്ലായിരിക്കാം, പക്ഷെ കഴിഞ്ഞ 15 വർഷമായി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന യുവ താരമാണ് ആസിഫ് അലി. രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാനുള്ള വലുപ്പം ആസിഫിന് ഉണ്ട് എന്ന ബോധ്യം മലയാളിക്കുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഈ ദൃശ്യം ആളുകളെ വേദനിപ്പിക്കുന്നത്. മലയാളത്തിന്റെ എനിക്കെന്തേലും ദേഷ്യം തോന്നിയ, വിഷമം തോന്നിയ ഞാനത് നേരിട്ട് തീർക്കും. മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? വിഷു ഒക്കെ ആവാറായില്ലമ്മ, ഞങ്ങൾ വെറുതെ പടക്കം പൊട്ടിച്ചളിച്ച. ഗുഡ് നൈറ്റ് അളിയ. പ്രിയപ്പെട്ട എഴുത്തുകാരൻ MD വാസുദേവൻ നായരെ മലയാളത്തിന്റെ മമ്മൂട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിന്ന സുന്ദരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയായ അതേ വേദിയിലാണ് ആസിഫ് അലി അപമാന ഭാരത്തോടെ തിരിഞ്ഞു നടക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ട ആസിഫ്, ജീവിതത്തിൽ എന്നും നിങ്ങൾക്കിങ്ങനെ മനോഹരമായി ചിരിക്കാൻ കഴിയട്ടെ. ആ നിമിഷത്തിൽ നിങ്ങൾ കൂടുതൽ വലുതാവുകയാണ്. കുറെ കൂടെ നെഞ്ചുറപ്പുള്ള ആരെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം. മനസ്സിലായോ കൊളപ്പുള്ളി? കണിമംഗലത്തെ തമ്പുരാനോടാ കളി, മറക്കണ്ട. 6ാം തമ്പുരാനോട്. ഇതാ എന്റെ രാജ്യപാറ്റ്. സോറി മാനേജർ, ഗുഡ് ബൈ. സാർ ജീവിച്ചിരുന്നാ നമുക്ക് വീണ്ടും കാണാം. ഹലോ.